മൊയ്തുക്ക, ഞാൻ ജോക്കി ആവുമ്പോഴും മൊയ്തുക്ക എന്നെ എന്റെ സ്റ്റേബിൾ ബോയ് ആവണമെന്നാ എന്റെ ആഗ്രഹം. എന്താവില്ലേ? ഇൻഷാല്ലാ ആവട്ടെ മോനെ. ഇപ്പൊ സബൂറാക്ക്. നിങ്ങളുടെ ട്രെയിനർ നാട്ടിൽ പോയിട്ട് ഇതുവരെ വന്നില്ലേ? സായിപ്പല്ലേ, തോന്നുമ്പോ വരും. വെള്ളക്കാരനോടൊന്നും ചോദിക്കാൻ പറ്റില്ലല്ലോ. ഇതിൽ നിന്നും 2 ഡ്രോപ്സ് വീതം 2 ഔൺസ് വെള്ളത്തിൽ കലക്കി ദിവസം 3 നേരം വീതം നമ്മുടെ ബ്യൂട്ടി ക്യൂന് കൊടുക്കുക. അവളുടെ പ്രസവം എടുത്തിരിക്കുകയാണ്, സൂക്ഷിക്കണം. നമ്മുടെ അശ്രദ്ധ കൊണ്ട് നിങ്ങൾ ഇതൊന്നും നമ്മളെ പഠിപ്പിക്കാൻ നോക്കണ്ട ഡോക്ടറെ. 40-40 കൊല്ലായി നമ്മൾ ഈ കയ്യിൽ കുത്താൻ തുടങ്ങിയിട്ട്. അതിന്റെ ഇടയ്ക്ക് എത്ര കുതിര പ്രസവിച്ചെന്നറിയാവൂ. മിസ്റ്റർ മൊയ്തു, ക്ഷോഭിക്കരുത്. ഗൗതംജി, മുതലാളി കാണണമെന്ന് പറഞ്ഞു. ഞാൻ വന്നതിന് ശേഷം എന്തെങ്കിലും കൊടുത്താൽ മതി. ഓക്കെ മാസ്റ്റർ. ഇന്നലെ കൊടയലിന്റെ ഗുണ്ടകളുടെ ഒന്നും പൊതിരെ കിട്ടിയെന്ന് കേട്ടല്ലോ. എടാ, നീയൊക്കെ അങ്ങനെ കേൾക്കുള്ളൂ. ഏതായാലും നിന്റെ സ്വഭാവം നന്നാകുന്നവരെ പുറത്തിറങ്ങുന്ന അല്പം കൂടെ സൂക്ഷിച്ചു വേണം. ഇവിടെ ഞാനുള്ളതുകൊണ്ട് വേറെ ആരും നിന്നെ കൈവയ്ക്കില്ല. എന്നാലും മൊത്തത്തിൽ നിന്നെ ഞാൻ ഇപ്പൊ അവൻ അടിയിട്ടുന്ന കാര്യം മനസ്സിലായല്ലോ. എന്തൊക്കെ പറഞ്ഞാലും ശരി, നിന്റെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട്. കഴിഞ്ഞ ആഴ്ച പള്ളിയിൽ വെച്ച് കണ്ടപ്പോ ഞാൻ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടോ? ഇഞ്ചക്ഷന്റെ കാര്യമാണോ? ഊർജം വേണ്ട ഡോക്ടർ. ഭാഗ്യം കൊണ്ടാ ഇന്നലെ എന്റെ തടി രക്ഷപ്പെട്ടത്. അതിന് മേലെ ഊർജം കൂടെ കുത്തി കയറ്റിയാ എനിക്ക് പേടിയാ. എല്ലാം മാറും. നീ എന്റെ കോട്ടേഴ്സിലേക്ക് വാ. അങ്ങോട്ട് വരുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. കുത്തിവെപ്പിനല്ല. വെങ്കടേഷ് ചെയ്ത ഈ വൃത്തികേടിന് റേസ് ക്ലബ്ബിൽ നിന്ന് ആക്ഷൻ എടുത്തൂടെ? ക്ലബ്ബിൽ ആരും പരാതിപ്പെട്ടില്ലല്ലോ, പിന്നെന്തിയാനൊക്കും? കൊടയിൽ വെങ്കടേഷിനെ നിങ്ങൾക്കൊക്കെ പേടിയാണെന്ന് പറയൂ. ടോട്ടൽ എമൗണ്ട് ഓഫ് പ്രൈസ് മണി 7.5% ജോക്കി ഷെയർ. ക്യാഷ് കൗണ്ടിൽ സെൻഡ് ചെയ്തോളൂ. എന്താ തിരിച്ചരുന്നത്? ഇത് ഞാൻ നേരത്തെ വാങ്ങിയ കടത്തിലേക്കായിട്ട് വെക്കണം. ഒന്നിച്ചേരാൻ പറ്റാത്തതുകൊണ്ടാ പലപ്പോഴായിട്ട് ഇങ്ങനെ. ഇനി കുറച്ചല്ലേ ഉള്ളൂ ബാക്കി. പെട്ടെന്ന് തന്ന് എന്നെ വിട്ട് പോകാനാണോ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇവിടെ നീ ഒരു ജോക്കി മാത്രമല്ല, മുഴുവൻ കാര്യങ്ങളും നിന്നെ വിശ്വസിച്ചാ ഞാൻ. അതിലൊന്നും ഒരു കുറവുണ്ടാവില്ല. എന്നാലും എന്നോടിത് ചെയ്യരുതായിരുന്നു. തെറ്റാണെന്ന് അറിഞ്ഞിട്ടും പലതിനും വെങ്കടേഷിന് കൂട്ടുനിന്നവനാ ഞാൻ. അതിലൊന്ന് പിഴച്ചതിനാ എന്നോട് ഈ ക്രൂരത. ഉണ്ടായിരുന്ന പണം മുഴുവൻ അവർ പിടിച്ചെടുത്തു. ബാക്കി ഒരാഴ്ചക്കകം കൊടുത്തില്ലെങ്കിൽ കൊന്നുകളയുമെന്നും പറഞ്ഞാ അവർ പോയത്. അതും കൂടെ കൊടുക്കേണ്ടി വന്നാ എൻ്റെ ബിസിനസ് മുടിഞ്ഞു പോവുകയുള്ളൂ. ഭാര്യയും മക്കളും അടക്കം 10-16 പേരുള്ള എൻ്റെ കുടുംബം അനാഥമാകും. എന്നെ രക്ഷിക്കണം മാഡം, പ്ലീസ്. എന്നെ രക്ഷിക്കണം. നാണമല്ലല്ലോ നിങ്ങൾക്കിത് പറയാൻ. വേറൊരു വഴിയും ഞാൻ കാണുന്നില്ല. എന്നെ സഹായിക്കണം. ഹലോ മേഡം. ശരി, മിസ്റ്റർ സുന്ദരത്തിന്റെ കാര്യമാണ് അത് ഞാൻ ഏറ്റു. ഓക്കെ, താൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടോ? വഴക്കറിഞ്ഞ് പോലീസ് വന്ന് അന്വേഷിച്ചപ്പോ കംപ്ലൈന്റ് പിൻവലിക്കണം. വെങ്കടേഷ് ഇനി നിങ്ങളെ ഉപദ്രവിക്കില്ല. പൊയ്ക്കോളൂ. ശരി, താങ്ക്സ്. കുറച്ച് സമയമായി ആന്റി മോളിൽ സംസാരിച്ചോണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. എന്താ ഇത്? പായസം. ഇന്ന് എന്റെ പിറന്നാളാ. പിറന്നാളോ? കഴിഞ്ഞ മാസമല്ലേ നിന്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞ് എനിക്ക് കേക്കും സ്വീറ്റ്സും എല്ലാം കൊണ്ടുവന്ന് തന്നത്. മാസാമാസം ഉണ്ടോ നിന്റെ പിറന്നാള്? അല്ല ആന്റി, അത് ലാസ്റ്റ് മന്ത്. ഇംഗ്ലീഷ് മാസം. ഒന്നും പറയണ്ട. നീ എന്നെ മധുരം കഴിപ്പിക്കുന്നത് എന്തെങ്കിലും കാര്യം നേടാനാവും. ഒഴിക്കാൻ വരട്ടെ. എന്താ കാര്യം? അല്ല ആന്റി, അത് ഞാനേ സ്വന്തമായി വീഡിയോ കാസറ്റ് റിലീസ് ചെയ്യാൻ തുടങ്ങുക. ഹോർസ് റേസ് ആണ് സബ്ജക്ട്. നന്നായി വന്നിട്ടുണ്ട്. ഞാൻ കൊണ്ടൊന്ന് കാണിക്കാം. എനിക്ക് ഇതിലൊന്നും താല്പര്യമില്ല കുട്ടി. ഉണ്ടാവും. ഇന്നലത്തെ റേസ് കാണേണ്ടിയിരുന്നു. റിയലി ഫാന്റാസ്റ്റിക്. ഗൗതം കൃഷ്ണ ജയിച്ചത്. പക്ഷേ സ്പെക്ടേറ്റേഴ്സ് കൂവി വിളിച്ചു ഗൗതം ചീറ്റ് ചെയ്തതാ. നമ്മുടെ കാസറ്റിൽ അത് ചേർക്കില്ല. അയാളുടെ കുതിരയുടെ ഓണർ റൂബി ദേവരാജ് എന്നെ വിളിച്ചു പറഞ്ഞു, എത്ര കാശ് വേണമെങ്കിലും തരാം, അയാൾ സ്പോൺസർ ചെയ്യാവുന്ന. ഞാൻ പറഞ്ഞു, കാശല്ല, എനിക്ക് വലുത് സ്റ്റാറ്റസ് ആണ്. എന്താ നീ പറഞ്ഞു വരുന്നത്? സ്റ്റാറ്റസ് ഉള്ളവർ വേറെ എത്ര പേരുണ്ട്. ആന്റി എന്നെ ഹെൽപ്പ് ചെയ്യണം. ഏതെങ്കിലും ഒരു ഫേമിന്റെ പരസ്യം. നീ എന്തിനാടി ഇതിനൊക്കെ ഇറങ്ങി നടക്കുന്നത്? അച്ഛൻ ഇഷ്ടം പോലെ കാശുണ്ടാക്കുന്നുണ്ടല്ലോ. ഭർത്താവിന് പണം ഉണ്ടായിട്ടും ആന്റി ജോലിക്ക് പോയിരുന്നില്ലേ? ലോയറും ജഡ്ജും ജസ്റ്റിസും. ആ പ്രൊഫഷൻ പോലെയാണോടി നിന്റെ ഈ തൊഴിൽ? പെൺകുട്ടികൾക്ക് പറ്റിയതാണോ ഇത്? എന്താ പറ്റാതെ? ആന്റി പറഞ്ഞത് കേട്ടാ ഞാനിതിന് ഇറങ്ങിയത്.
വുമൻസ് കോളേജിൽ ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോ യൂണിയൻ ഇനോഗ്രേഷൻ ആന്റി വന്നില്ലേ, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ബ്രൈറ്റ് റെഡ് ബനാറസ് സാരിയാ ചുറ്റിയിരുന്നത്. ഇത്ര ഉണ്ടായിരുന്നു കസവ്. ഡയമണ്ട് നെക്ലസ്, മാച്ചിങ് സ്റ്റഡ്സ്, മുടി നല്ല സ്റ്റൈലിൽ പുട്ടപ്പ് ചെയ്ത് സ്റ്റേജിലേക്ക് കയറി വന്ന ആ ഫിഗർ. ആഹാ, കോളേജ് ബ്യൂട്ടീസ് എന്നും പറഞ്ഞ് ചെത്തി നടന്ന പെമ്പിള്ളേരൊക്കെ നാണിച്ചു പോയി. പിന്നെ ആ പ്രസംഗം ഇംഗ്ലീഷിൽ, അതും നല്ല ബ്യൂട്ടിഫുൾ കോൺവെന്റ് ആക്സന്റിൽ. നിന്റെ അച്ഛൻ സമ്മതിക്കോടി ഇതിനൊക്കെ? കോർട്ട് ഓർഡറിന്റെ കോപ്പിയാണ്. ഞാനിത് അന്നേ പറഞ്ഞായിരുന്നു. എന്റെ പെർമിഷൻ ഇല്ലാതെ അവിടുന്ന് വിട്ടുകൊടുക്കും തോന്നുന്നുണ്ടോ തനിക്ക്? ഇയാളൊന്നും ആലോചിക്കണ്ട. ഊട്ടിയിലേക്ക് ഒരു കാർ അയക്കൂ. മാസ്റ്റർ, എല്ലായിടത്തും ക്ലിയർ ചെയ്യണോ? ആ, വണ്ടി പുറത്തു കൊണ്ടുപോവാനാ? നീ നന്നായി തുടച്ച് വൃത്തിയാക്കി വെക്ക്. തുടയ്ക്കാം, പക്ഷെ വൃത്തിയാവുന്ന കാര്യം ബുദ്ധിമുട്ടാ. ആ, നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? നമ്മളല്ല, ഞാൻ. മാസം ചെത്തി മിനിങ്ങി എവിടേക്കാണ് പോകുന്നതെന്ന് ഞാൻ ചോദിക്കുന്നില്ല. ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള പ്രൈവറ്റ് ലൈഫ് ഉണ്ടാവുമല്ലോ. എന്റെ ഗേൾ ഫ്രണ്ടിനെ കുറിച്ച് ഞാൻ ഇതുവരെ മാസ്റ്ററോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ചെറിയ മിസ്റ്റേക്ക് എന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. ഐ എം സോറി. മാസ്റ്റർ ആളെ കണ്ടിട്ടുണ്ടാവും. എ ബ്യൂട്ടിഫുൾ ഗേൾ. കണ്ടാൽ ആർക്കും ഒന്ന് യു സി, എന്നെ പോലെ അവളും ആംഗ്ലോ ഇന്ത്യൻ ആണ്. മാസ്റ്റർ അവളുടെ പേരെന്താണെന്ന് ചോദിച്ചില്ല. ഞാൻ പറഞ്ഞ ജോലി ചെയ്തോ നീ? എനിക്ക് അത്യാവശ്യമായിട്ട് പോകേണ്ടതാ. നീ ഇവിടെ തന്നെ ഉണ്ടാവണം. ഞാൻ നാളെ രാവിലെ എത്തും. അപ്പൊ ഫുൾ നൈറ്റ് പ്രോഗ്രാം. എനിക്കും കഴിയാഞ്ഞിട്ടല്ല, പക്ഷെ വിവാഹത്തിന് മുമ്പ് എന്റെ പുരുഷത്വം മറ്റാർക്കും കാഴ്ചവെക്കാൻ ഞാൻ തയ്യാറല്ല. എന്ത് പുരുഷത്വം? വെറുതെ വീട്ടിൽ പറയാതെ പോകുന്നുണ്ടോ? പുരുഷത്വം. ഹലോ. നിങ്ങൾ എനിക്ക് പ്രോമിസ് ചെയ്തതാണ്, അല്ലാതെ ഞാൻ പോവില്ല. കൗണ്ടറേ, ഉം. ഇപ്പൊ അങ്ങോട്ട് പോണ്ട. എന്താ? വല്ലപ്പോഴും കിട്ടുന്നതില്ലാണ്ടാവും. ഇവിടെ ഒരു പെണ്ണിന്റെ അടുത്ത് പ്രോമിസ് ചെയ്തു, എന്നിട്ട് ഇപ്പൊ വേറെ സ്ഥലത്തേക്ക് പോവാൻ നിക്ക. അതിന്റെ പേരിൽ അകത്ത് വലിയ തർക്കം നടക്കുക, ക്ലാഷ്. പെണ്ണ് കാണും കാണും. ജോക്കിയുടെ പിന്നാലെ എപ്പോഴും സ്ത്രീകൾ കാണും. കാര്യം എന്താണെന്നറിയോ? കുതിര സെക്സിന്റെ സിമ്പലാണ്. അതിനെ മെരുക്കി അടക്കി കടിഞ്ഞാണിട്ട് നയിക്കുന്ന ആണിനോട് ഏത് പെണ്ണിനും തോന്നും പ്രേമം. പക്ഷെ ഗൗണ്ടർ, എന്റെ പിന്നാലെ പെൺകുട്ടികൾ ഇങ്ങനെ നടക്കുന്നതിന്റെ കാര്യം അത് മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ തിങ്ക് ദർ ഷുഡ് ബി സം അതർ മാജിക് ഇൻ മീ, യു നോ. ഞാൻ കഴുതകളെ മരിക്കുന്നവന്റെ കാര്യമല്ല പറഞ്ഞത്. റിയലി? ഇക്കാര്യം നിഖിൽ എന്നോട് പറഞ്ഞിരുന്നു. എന്തു പറഞ്ഞു? DGP മാധവദാസിന്റെ മകൾ അമൃതാദാസ് അവന്റെ ഒരു ഫ്രണ്ടാണെന്നും വന്നാൽ ഒരു ഇന്റർവ്യൂ കൊടുത്തേക്കണമെന്നും. എന്നിട്ട് ഇയാൾ എന്താ പോകുന്നത്? അത്യാവശ്യമുള്ളതുണ്ട്. കൗണ്ടറേ. ഓ, ഡേവിഡ്, യെസ് പറഞ്ഞ ഗവൺമെന്റ് ഉണ്ടല്ലോ. യെസ് മാസ്റ്റർ. ടേക്ക് കെയർ ഓഫ് ഇനി. ഓക്കെ ഓക്കെ ഓക്കെ. ബൈ. ഡോണ്ട് ബി അപ്സെറ്റ്. ജീവിതം ഒരു മരീചികയാണ്. ഷേളി കരയാണോ? വാട്ട്സ് എ പ്രോബ്ലം? പറയൂ ഷേളി. ഫീലിങ്സ്, ഈ ഫീലിങ്സ്. ഓ മൈ പുവർ ഗേൾ, പ്ലീസ് ഡോണ്ട്. നിന്റെ ഈ സാഡ് മ്യൂസിക് ആണ് മിസ്സിസ് ഐസക്കിനെ കരയിക്കുന്നത്. ഒരു ഹാപ്പി പാട്ട് പാടൂ. ഹയ്യാര ഹയ്യാര ഹയ്യാര. ഞാൻ ഇവളോട് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാ, ആന്റിയെ ഇവിടെ ഒന്ന് ഡിസ്റ്റർബ് ചെയ്യരുന്നു. കേൾക്കണ്ടേ? നോ മിസ്റ്റർ പോൾ. സ്റ്റെല്ല വല്ലപ്പോഴും വന്ന് ഈ പിയാനോ പ്ലേ ചെയ്ത് കേൾക്കുമ്പോഴാണ് എനിക്ക് മെന്റൽ പീസ് കിട്ടുന്നത്. മ്യൂസിക് എന്റെ ലൈഫാണ്. 5-8 കൊല്ലം മകനെയും ഞാൻ പഠിപ്പിച്ചിരുന്നു. ചെറുപ്പത്തിൽ ടാലന്റ് ഉണ്ടായിരുന്നു അവന്. മുതിർന്നപ്പോ അവനും മാറിപ്പോയി. നിങ്ങളുടെ ഈ പുളിച്ച മ്യൂസിക് ആരാ കേൾക്കുന്നത്? ജനങ്ങൾക്ക് വേണ്ടത് ഇലക്ട്രിക് ഗിറ്റാറും സിന്തസൈസറും ഡ്രംസും ഒക്കെയാണ്. ഫാസ്റ്റ്. അത് ശരിയാ. തനിക്ക് എന്തറിയാം മ്യൂസിക്കിനെ പറ്റി? ഷേക്കും മൂൺ വാക്കും ബ്രേക്ക് ഡാൻസും ആണ് മാസിന് ഇഷ്ടം. ഡേവിഡ് പ്ലീസ്, മമ്മിയെ ഹർട്ട് ചെയ്ത് സംസാരിക്കാൻ പാടില്ല. ഉള്ളത് പറയണ്ടേ? മൈക്കൽ ജാക്സണും സ്റ്റീവ് വെൻഡറും മഡോണയുമാണ് യങ്സ്റ്റേഴ്സിന് ഹരം. അതിനിടയ്ക്ക് ഞാൻ ഈ തല്ലിപ്പൊളി പിയാനോ വായിച്ചിരുന്നിട്ട് എന്താ പുണ്യം? പുണ്യത്തിനാണോടാ നീ കുതിരക്കാരനായത്? യെസ്, എന്റെ പപ്പയാതായിരുന്നല്ലോ. യെസ്, ബട്ട് നോട്ട് ലൈക്ക് യു. മിസ്റ്റർ ഐസക് ഒരു ജോക്കി ആയിരുന്നു. ആ വർക്കിനൊരു ഡിഗ്നിറ്റി ഉണ്ട്. ഇറ്റ് ഈസ് കറക്റ്റ്. നമ്മൾ ആംഗ്ലോ ഇന്ത്യൻസിന് നേറ്റീവ്സിന്റെ കൂടെ വർക്ക് ചെയ്യാം, പക്ഷേ സ്റ്റാറ്റസ് കീപ്പ് അപ്പ് ആ, ചെയ്യാം. ഇവനെന്താ പ്ലാറ്റ്ഫോമിൽ ചെയ്യുന്നത്? കുതിരയെ കുളിപ്പിക്കുക, മാലീസ് ഇടുക, തീറ്റ കൊടുക്കുക, അല്ലാതെ എന്താ? ഡോണ്ട് ഇന്റർഫിയർ മാൻ. ഇത് ഞങ്ങൾ ആംഗ്ലോ ഇന്ത്യൻസിന്റെ കാര്യമാണ്. അവശ ക്രിസ്ത്യാനിയെ നീ അഭിപ്രായം പറയണ്ട. ഡേവിഡ് പ്ലീസ്
ഡോണ്ട് ഇൻസൾട്ട് അവർ ഗസ്റ്റ്. ഗസ്റ്റിന് ഹോസ്റ്റിനെ ഇൻസൾട്ട് ചെയ്യാമോ? ഡേവിഡ്, ഹാ, നീ എന്തിനാ ഇവിടെ ചുറ്റിക്കറങ്ങി നടക്കുന്നതെന്ന് എനിക്കറിയാം. ഡേവിഡ്, മിസ്റ്റർ സണ്ണിയോട് ഇങ്ങനെ തണ്ണി 24 hours വെള്ളം അടിച്ച് നടക്കുന്ന ഇവനെ തണ്ണി എന്നാ വിളിക്കേണ്ടത്. തണ്ണി വർഗീസ്. see you Stella. ക്ഷമിക്കും മിസ്റ്റർ സണ്ണി, Ah, it's all right. പിന്നെ ഹലോ കാണാം. ഹലോ പ്ലീസ് ഹലോ. ഓ ഗോഡ്. ഡേവിഡ്, ഡേവിഡ്, എത്ര ഇൻഡീസെന്റ് ആയിട്ടാ നീ അവരോട് ബിഹേവ് ചെയ്ത്. മമ്മിയോ, ആ ഡോക്ടർ അങ്കിളിന്റെ മുമ്പ് വെച്ച് എന്നെ ഇങ്ങനെ താഴ്ത്തി പറഞ്ഞാൽ അയാൾ എനിക്ക് മകളെ തരുമോ? നിനക്ക് തരാനോ? യെസ്, ഞാൻ സ്റ്റെല്ലെ ലവ് ചെയ്യുന്ന വിവരം മമ്മിക്ക് അറിയില്ലേ? ഷീസ് മൈ വുഡ് ബി. നോ, സ്റ്റെല്ല എനിക്ക് ഇഷ്ടപ്പെട്ട കുട്ടിയാണ്. അവളുടെ ലൈഫ് സ്പോയിൽ ചെയ്യാൻ ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല. ഐ വോണ്ട് അലോ യു. ഓ മമ്മി, നിങ്ങൾ എന്നെ എനിക്കിട്ട് പാര പണിയാണോ? ആരാ? വാട്ട്സ് ഇറ്റ്? കുന്തം, നിങ്ങൾ എന്നെ ഭ്രാന്ത് പിടിപ്പിച്ച് അടങ്ങൂ. ഫോർ ഗോഡ് സേക്ക് വിൽ യു പ്ലീസ് ഗോ? വേണ്ട, ഞാൻ തന്നെ പോയേക്കാം. ഡേവിഡ്, ഡേവിഡ്, what happened? മമ്മി എന്തിനാ ബഹളം വെക്കുന്നത്? സ്റ്റെല്ല ടെൽ മീ, ചൈൽഡ്ഹുഡ് തൊട്ട് ഞാൻ നിന്റെ ബോയ് ഫ്രണ്ട് അല്ലേ? Yes. എന്നിട്ട് ഇപ്പൊ മമ്മി പറയുന്നു നമ്മളെ മാരി ചെയ്യാൻ സമ്മതിക്കില്ല എന്ന്. എന്റെ പപ്പയെ സമ്മതിക്കില്ല. വൈ? ഏത് ഡോക്ടർ മകളെ ഒരു സ്റ്റേബിൾ ബോയ്ക്ക് കല്യാണം കഴിച്ചു കൊടുക്കുക? അതിനല്ലേ ഞാൻ ട്രൈ ചെയ്യുന്നത്, ഒരു ജോക്കി ആവാൻ. ഇറ്റ്സ് മൈ ലൈഫ് അംബിഷൻ. ഒരു ഡർബി വിൻ ചെയ്യാ, ഗൗതമിനെ പോലെ, പെസി ഷ്രോഫിനെ പോലെ. അത് അപ്പ ആലോചിക്കാം. സ്റ്റെല്ല, അതിനിടയ്ക്ക് നീ സണ്ണി വർഗീസുമായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്നത് എനിക്ക് സഹിക്കാനാവില്ല. എനിക്കും. പക്ഷെ ഒരു ബോയ് ഫ്രണ്ട് ആണെന്ന് പറയല്ലാതെ ഇതുവരെ ഡേവിഡ് ഒരു ഷോപ്പിംഗിനോ ഔട്ടിങ്ങിനോ ഡിന്നറിനോ കൊണ്ടുപോയിട്ടുണ്ടോ? എന്റെ ടേസ്റ്റ് അറിഞ്ഞൊരു മ്യൂസിക് കാസറ്റെങ്കിലും വാങ്ങി തന്നിട്ടുണ്ടോ? അതൊക്കെ വലിയ ചെലവുള്ള കാര്യമല്ലേ? അല്ലാതെ വലിയ ലവേഴ്സ് ആണെന്ന് പറഞ്ഞു നടന്നിട്ട് എന്താ കാര്യം? ഇങ്ങനെ ഡ്രൈ ആയിട്ട്. എന്റെ കയ്യിൽ കാശ് ഇല്ലാഞ്ഞിട്ടല്ലേ സ്റ്റെല്ല? റേസിൽ ബെറ്റ് വെക്കാനും കള്ളു കുടിക്കാനും കാശുണ്ടല്ലോ. ഇപ്പോഴല്ലേ കാശ് പോക്കറ്റില്? നോക്കട്ടെ. What's this? Hey, ഇത് മാസ്റ്റർക്ക് ചിലത് വാങ്ങിക്കാൻ വേണ്ടി. Okay, okay, leave it, leave it. How much do you want? 100 rupees. ദാ, പിടിച്ചോ. 2 പേർ ഡ്രസ്സും ഒരു മാലയും വാങ്ങിച്ചോ. പക്ഷെ എനിക്ക് നിന്നോട് വരാൻ സമയമില്ല. സ്റ്റേറ്റ് ഫാമിൽ ഡ്യൂട്ടി ഉണ്ട്. മാസ്റ്റർ അങ്ങോട്ട് പോയിരിക്കാം. See you. മിസ്റ്റർ ഗൗതം, നിങ്ങളുടെ ഈ കേസിൽ എന്നെ കക്ഷി ചേർക്കരുത് പ്ലീസ്. നേരത്തെ നിങ്ങൾ ചേർന്നിട്ടുണ്ടല്ലോ. ഇമ്പാർഷ്യലായിട്ട് കാര്യങ്ങൾ നടത്തുമെന്നുള്ള വിശ്വാസത്തിലാണ് കോടതി നിങ്ങളെ അധികാരപ്പെടുത്തിയത്. ഒരു പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ പ്രിൻസിപ്പൽ എന്ന നിലയ്ക്ക് ഐ ഓൾസോ എക്സ്പെക്ടഡ് സം ഡീസൻസി ഫ്രം യു. മിസ്റ്റർ ഗൗതം, അന്യായമായി എൻ്റെ മകനെ എന്നിൽ നിന്ന് അകറ്റിയവരിലും വലിയ ക്രൂരതയാണ് നിങ്ങൾ എന്നോട് കാണിച്ചത്. 2 കൊല്ലത്തോളം കോടതി കയറി ഇറങ്ങി വേദനയും പ്രയാസവും സഹിച്ച് അവനെ ഞാൻ ഇംഗ്ലണ്ടിൽ നിന്ന് ഇവിടെ എത്തിച്ചിട്ടും നിങ്ങൾ എൻ്റെ മകനെ എനിക്ക് വിട്ടു തന്നില്ല. ഒന്ന് കാണാൻ പോലും നിങ്ങൾ എന്നെ അനുവദിച്ചില്ല. അത് എൻ്റെ അധികാരത്തിൽപ്പെട്ടതല്ല. അവരോടൊപ്പം അയച്ചല്ലോ, വെക്കേഷൻ അല്ലാതെയും. ഞാൻ വന്നപ്പോഴൊക്കെ ബോധപൂർവ്വം നിങ്ങൾ കുട്ടിയെ മാറ്റി നിർത്തി. ഒരു വാക്ക് പോലും സംസാരിക്കാനോ അടുത്തൊന്ന് കാണാനോ പോലും അനുവദിക്കാതെ നിങ്ങൾ എന്നെ പറഞ്ഞു വിട്ടു. പ്ലീസ്, എന്നെ കുറ്റപ്പെടുത്തരുത്. ഇല്ല, അവരുടെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസും പണവും മസിൽ പവറും ഒക്കെ നിങ്ങളെ കീഴ്പ്പെടുത്തി കാണും. ലെറ്റ് മീ എക്സ്പ്ലെയിൻ സം ഓഫ്. നോ, ഐ ഡോണ്ട് വാണ്ട് ടു ഹിയർ യു എനിമോർ. നിങ്ങൾ ഈ വിധി ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ? ഐ വാണ്ട് എ വൺ വേർഡ് ആൻസർ, യെസ് ഓർ നോ. രാഹുൽ, പ്രിൻസിപ്പാൾ വിളിക്കുന്നു. നിങ്ങളുടെ പ്രയാസങ്ങൾ എനിക്കറിയാം. പക്ഷെ ഒരു വിധത്തിലും നിങ്ങളെ സഹായിക്കാനാവാത്ത പൊസിഷനായിരുന്നു എൻ്റേത്. 3-4 വർഷം ഇംഗ്ലണ്ടിൽ കഴിഞ്ഞ ഒരു കുട്ടിയെ പെട്ടെന്ന് ഒരു ദിവസം സ്റ്റഡ് ഫാമിലെ നിങ്ങളുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചാൽ അത് അപകടമാകുന്ന അവരെന്നെ വാൺ ചെയ്തു. May I come in, sir? Come in, രാഹുൽ. രാഹുൽ, ഈ വെക്കേഷന് കുട്ടി മറ്റൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അങ്ങോട്ട് കൊണ്ടുപോകാനാണ് കുട്ടിയുടെ ഫാദർ വന്നിരിക്കുന്നത്. Father? You mean my dad? അതെ മോനെ, ഞാൻ No. എനിക്ക് അച്ഛനില്ല. Come on, my boy, I'll tell you. പ്രിൻസിപ്പല് പറഞ്ഞ രാഹുൽ അനുസരിക്കില്ലേ? അമ്മമ്മ പറഞ്ഞിട്ടുണ്ട് മറ്റാരുടെ കൂടെയും പോകരുതെന്ന. അവർക്കങ്ങനെ പറയാൻ അധികാരമില്ല. രാഹുലിനറിയാവല്ലോ, മോനെ ആരെ ഏൽപ്പിക്കണം എന്നുള്ള കാര്യത്തിൽ കോടതിയിൽ ഒരു കേസ് നടക്കുകയാണ്. അതിന്റെ വിധി വരുന്നതുവരെ തൽക്കാലം നിന്റെ ഗാർഡിയനായിട്ട് കോടതി എന്നെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതേ കോർട്ട് തന്നെ കുട്ടിയെ ഈ വെക്കേഷൻ അവൻ്റെ അച്ഛനോട് അയക്കാൻ ഓർഡർ ഇട്ടിരിക്കുകയാണ്. അതനുസരിച്ചില്ലെങ്കിൽ എനിക്ക് പനിഷ്മെന്റ് കിട്ടും. പ്രിൻസിപ്പലിനെ ജയിലിൽ അടയ്ക്കുന്നത് രാഹുലിന് ഇഷ്ടമാണ്. അല്ല,
But sir, how can I go with a stranger? മോന്റെ അച്ഛനല്ലേ അദ്ദേഹം. മോനെ തിരിച്ചു കിട്ടാൻ ഇത്രയും കഷ്ടപ്പെടുന്നത് സ്നേഹം കൊണ്ടല്ലേ? എന്നെ വിശ്വാസമില്ലേ രാഹുലിന്? പറയൂ. രാഹുൽ, No. പ്രിൻസിപ്പൽ പറഞ്ഞല്ലോ രാഹുൽ സ്കൂളിലെ ബെസ്റ്റ് സ്റ്റുഡൻ്റ് ആണ്, നന്നായി പഠിക്കും, വെരി ഇൻ്റലിജൻറ്റ്, ഗെയിംസിലും എടുക്കണമെന്നൊക്കെ. ആ സ്മാർട്ട്നെസ് ഒന്നും കാണുന്നില്ലല്ലോ ഇപ്പോൾ. മോനെന്തൊന്നും മിണ്ടാത്തെ? ദേഷ്യമാണ്. എന്റെ ഡാഡിയാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇതുവരെ എന്നെ ഒന്ന് കാണാൻ പോലും വന്നില്ലല്ലോ. വന്നിരുന്നു മോനെ, പലവട്ടം വന്നിരുന്നു. No, you are lying. രാഹുൽ, അങ്ങനെ പറയരുത്. നിന്നെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണമെന്നല്ലേ അച്ഛന് മോഹം. അതിനല്ലേ നിന്നെ ഞാൻ കൊണ്ടുപോകുന്നത്. അമ്മമ്മ പറഞ്ഞിട്ടുണ്ട് എന്റെ അച്ഛൻ ചീത്താണെന്ന്. ഒരു ഐസ്ക്രീം ഏത് വേണം സാർ? ഏതായാലും മതി. രാഹുൽ, രാഹുൽ നിൽക്കാൻ. രാഹുൽ, രാഹുൽ. രാഹുൽ. ഏയ്, രാഹുൽ. What did you do, man? I hate you. നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ ഹോസ്റ്റലിൽ തന്നെ തിരിച്ചുകൊണ്ട് വിടാം. അതിനു മുമ്പ് ഞാൻ ആരാണെന്ന് നീ അറിയണം. ഞാൻ നിന്റെ അച്ഛനാണെന്ന് നിനക്ക് ബോധ്യപ്പെടണം. നോക്ക്, എന്നെ കണ്ട ഓർമ്മ നിനക്കുണ്ടാവില്ല. നിന്റെ അമ്മയെ നീ മറന്നു കാണില്ലല്ലോ. 1.5 വയസ്സുള്ള നീയാണ് അവളുടെ കയ്യിലിരിക്കുന്നത്. അരികെ നിൽക്കുന്ന എന്നെ കണ്ടാൽ നിനക്ക് തിരിച്ചറിയാൻ പറ്റുമോ? നോക്ക്, എല്ലാം നോക്ക്. നിന്റെ അമ്മയോടൊപ്പം ഞാനെടുത്ത ഫോട്ടോകളെല്ലാം നോക്ക്. ഞാൻ നിന്റെ അച്ഛനാണെന്ന് ഇപ്പോഴെങ്കിലും ബോധ്യമാവുന്നുണ്ടോ?